കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസിൻ്റെ ഡിഫറെൻ്റ് ഐസോമെറിക് ഫോംസും അവയുടെ കെമിക്കൽ റിയാക്ഷൻസും ആണ് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഐസോമെറിസത്തിന് സ്റ്റാർട്ട് ചെയ്യാം. ഐസോമെറിസത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഐസോമെറിസം ഇസ് ദി ഫിനോമിനൻ ഇൻ വിച്ച് മോർ ദാൻ വൺ കോമ്പൗണ്ട് ഹാവ് ദി സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ രണ്ട് കോമ്പൗണ്ട്സ് ആണ്, അവയുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം, അവയ്ക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കണം. രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ്, പക്ഷേ എന്താണ് സിമിലാരിറ്റി ഉള്ളത്? അവയുടെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഐസോമേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആൻഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സ്ട്രക്ചറൽ ഐസോമേഴ്സിന് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. പ്രൊപ്പനോളും മീഥൈൽ ഈതറുമാണ്. അപ്പോൾ അവയുടെ കെമിക്കൽ ഫോർമുലയിൽ 3 കാർബൺ ആറ്റം ഉണ്ട്, 2 കോമ്പൗണ്ടിനും, 1 ഓക്സിജനും 8 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവയ്ക്ക് എന്താണ്? C3O1H8. അപ്പോൾ ഇവയുടെ രണ്ടിൻ്റെയും കെമിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ അവയുടെ സ്ട്രക്ചർ നോക്കൂ, സ്ട്രക്ചർ അവർക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവയെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റീരിയോ ഐസോമേഴ്സിലെ സെയിം കോമ്പൗണ്ട്സ് ആണ്, ബട്ട് അവയ്ക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവയുടെ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സിസ് ബ്യൂട്ടീനിൽ നോക്കുക, അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം പൊസിഷനിലാണ് അല്ലേ, സെയിം. ഇപ്പോൾ ഹൈഡ്രജൻ ആണ് അല്ലെങ്കിൽ മീഥൈൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവർ സെയിം ഓർഡറിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ട്രാൻസ് ആണെങ്കിലോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് പോൾസിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് ജോമെട്രിക് ഐസോമേഴ്സ്. ഇനി ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പറയുകയാണെങ്കിൽ മിറർ ഇമേജസ് നോക്കാം. ഒരു കോമ്പൗണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയാണ് അവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും പറയണം. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ പഠിക്കാം. എന്താണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്? സ്ട്രക്ചറൽ ഐസോമേഴ്സിനെ ഇതേപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ അവയുടെ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ, അവയുടെ സ്ട്രക്ചറിലാണ് ഡിഫറെൻ്റ് ഉള്ളത്. അപ്പോൾ 3 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണുള്ളത്: ചെയിൻ ഐസോമേഴ്സ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആൻഡ് പൊസിഷണൽ ഐസോമേഴ്സ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിലെ ഒരു സ്ട്രക്ചറൽ ഐസോമേഴ്സിനെ എക്സാമ്പിളായിട്ട് പറയാവുന്നത് ആൾഡോസ്-കീറ്റോസ് ഐസോമേഴ്സ് ആണ്. നോക്കൂ, ഇവിടെ ഗ്ലൂക്കോസും ഉണ്ട്, ഫ്രക്ടോസും ഉണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസിലെ കെമിക്കൽ ഫോർമുല C6H12O6 ആണ്. അത് ഫ്രക്ടോസിനും സെയിം കെമിക്കൽ ഫോർമുലയാണ്, പക്ഷെ എന്തിലാണ് ഡിഫറൻസ് കാണിക്കുന്നത്? ഗ്ലൂക്കോസിന് ഫങ്ഷണൽ ഗ്രൂപ്പുള്ളത് ആൽഡിഹൈഡുമാണ്, ഫ്രക്ടോസിന് ഫങ്ഷണൽ ഗ്രൂപ്പുള്ളത് കീറ്റോണാണ്. അവിടെ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കണം നോക്ക്. അപ്പോൾ ഇവയുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബട്ട് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അതാണ് ആൾഡോസ്-കീറ്റോസ് ഐസോമേഴ്സും. ഇനി എന്താണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനായ സ്റ്റീരിയോ ഐസോമേഴ്സ്? സ്റ്റീരിയോ ഐസോമേഴ്സിലെ നമ്മൾ പറഞ്ഞു അവയുടെ സെയിം മോളിക്കുലർ ഫോർമുലയുള്ള മോളിക്യൂൾസ് ആണ്, എന്നാൽ 3D അവയുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവയെ ജോമെട്രിക്കൽ ഐസോമേഴ്സിനും ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് നമ്മൾ സിസ് ട്രാൻസ് ഐസോമേഴ്സ് എന്ന് പറയും. സിസ് കോൺഫിഗറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം പോൾസിലും സെയിം സൈഡിലെ. ഇപ്പോൾ ട്രാൻസ് ഐസോമർ എന്ന് പറയുകയാണെങ്കിൽ അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സിലും കാണപ്പെടുന്നു. ഇനി ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കൈറാൽ കാർബൺ ആറ്റം. എന്താണ് കൈറാൽ കാർബൺ ആറ്റം? നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും അല്ലെങ്കിൽ എല്ലാ ആറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കണം. ഒരു കാർബൺ ആറ്റം കൈറാൽ കാർബൺ ആറ്റം ആവുകയാണെങ്കിൽ അതിനൊരു കണ്ടീഷനാണുള്ളത്, അതിൻ്റെ ആ 4 വാലൻസിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടായിരിക്കണം ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് D&L എനാൻഷ്യോമേഴ്സ്? ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന നോക്ക്, D&L എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ ആൻഡ് ലീവോ. അപ്പോൾ D&L എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത് L ഐസോമറിലെ നമ്മുടെ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കണം, ഇപ്പോൾ ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ അവയിൽ ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് L ഐസോമർ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമ്മൾ കൈറാൽ കാർബൺ ആറ്റം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലുള്ളതാണെങ്കിൽ അത് L ഐസോമറും റൈറ്റ് സൈഡിലാണെങ്കിൽ അത് D ഐസോമർ എന്നും പറയുന്നു. ഇവിടെ എക്സാമ്പിൾ നോക്ക്, ഗ്ലിസറാൾഡിഹൈഡും D ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് L ഗ്ലിസറാൾഡിഹൈഡ് രണ്ടും സെയിം ആണ്, ഒരു ട്രയോസ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അവയുടെ D ഗ്ലിസറാൾഡിഹൈഡിൽ എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റൈറ്റ് സൈഡിലും
എൽ ഗ്ലിസറാൾഡിഹൈഡിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലുമാണ് കാണപ്പെടുന്നത്. ദെൻ ഡി ഗ്ലൂക്കോസ് ആൻഡ് എൽ ഗ്ലൂക്കോസ്. ഡി ഗ്ലൂക്കോസിൽ എന്താ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലാസ്റ്റ് 6th കാർബണിന് തൊട്ട് മുമ്പ് എടുക്കുന്ന 5th കാർബണിലെ റൈറ്റ് സൈഡിലും എൽ ഗ്ലൂക്കോസിലെ നിങ്ങൾ പറഞ്ഞ നോക്ക് ലെഫ്റ്റ് സൈഡിലുമാണ് കാണപ്പെടുന്നത്. മനസ്സിലായില്ല? ഇതാണ് ഡി ആൻഡ് എൽ ഐസോമറിസം. ഇനി എന്താണ് എനൻഷ്യോമേഴ്സ് എന്ന ടേം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡി ഗ്ലൂക്കോസും എൽ ഗ്ലൂക്കോസും കാണുന്നുണ്ട്. അവ എന്താണ്? ഒരു മിറർ ഇമേജസ് ആണല്ലേ. ഡി ആൻഡ് എൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഡി ആൻഡ് എൽ ഐസോമേഴ്സ് കാണിക്കുമ്പോൾ എന്താ പറഞ്ഞത്? അവയുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡ്സിലാണ്. 5th കാർബണിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡാണ്. പക്ഷേ ഡി ഗ്ലൂക്കോസിൻ്റെ മിറർ ഇമേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എൽ ഗ്ലൂക്കോസ് കിട്ടും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് എനൻഷ്യോമേഴ്സ് എന്ന് പറയുക. അവർ രണ്ടും പരസ്പരം മിറർ ഇമേജസ് ആയിരിക്കും. ഇനി എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം? അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? റിലേറ്റഡ് ടു ലൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന് ഇവിടെ പറയാൻ കാരണം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ മേലുള്ള ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ എഫക്ട്സിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ മേലെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കോമ്പൗണ്ട്സ് ഒരു എന്തോ സ്പെസിഫിക് ആയിട്ടുള്ള എന്തോ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായ ഐസോമറിസത്തിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയാം. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡിസ്ക്രൈബ് ദി ഫിനോമിനൻ ബൈ വിച്ച് chiral molecules are observed to rotate plane polarized light in either a clockwise direction or anti-clockwise direction. അപ്പോൾ നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ക്ലോക്ക് ഡയറക്ഷനിലേക്കോ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലേക്കോ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനാണ് എന്ത് പറയുക? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഇനി റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണതിന് എന്ത് പറയും? ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ഡി എന്ന് അതിനെ സിംബലൈസ് ചെയ്യും, ഓർ പ്ലസ് സിമ്പിൾ വെച്ചിട്ടും അതിനെ സിംബലൈസ് ചെയ്യും. ലെഫ്റ്റ് ആണെങ്കിൽ ലീവോ റൊട്ടേറ്ററി, മൈനസ് എന്നും സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ട് അതിനെ സിംബലൈസ് ചെയ്യും. ഇനി എന്താണ് നെക്സ്റ്റ് ഒരു ടേം? റെസമിക് മിക്സ്ചറിൽ പറയുന്നത്. റെസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഡി ആൻഡ് എൽ ഫോം എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ് നമ്മളൊരു മിക്സ്ചർ എടുത്തു. നമ്മുടെ കയ്യിലൊരു മിക്സ്ചർ ഉണ്ട്. അതിലെന്താണ്? ലീവോ റൊട്ടേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. എന്നാൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? അവർ 50-50 ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ 100 ml ആണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട് എടുത്തെങ്കിൽ 100 ml തന്നെ ആയിരിക്കണം ലീവോ റൊട്ടേറ്ററി അതിൽ അടങ്ങിയിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 50-50 ആയിട്ടുള്ള ഈ രണ്ട് കോമ്പൗണ്ടും ഒരു മിക്സ്ചറിനകത്തുണ്ടെങ്കിൽ അവയാണ് റെസമിക് മിക്സ്ചർ എന്ന് പറയുക. അവയ്ക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല. ഇനി എങ്ങനെയാണ് ആ ഒരു ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നതാണ് നോക്കുന്നത്. സാധാരണ ഒരു ലൈറ്റ് സോഴ്സ് അതിനെ അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അതിന് എല്ലാ സൈഡിലേക്കും അതിൻ്റെ പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കാൻ എല്ലാ സൈഡിലേക്കും ആ ലൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു പോളറൈസറിലൂടെ ഇപ്പോൾ നമ്മൾ ബീമൊക്കെ പ്രിസമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പോളറൈസറിലൂടെ കടത്തി വിടുമ്പോൾ ഈ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്ലെയിൻ പോളറൈസ്ഡ് ആവുന്നു. അതിന് ഒരു സൈഡിലൂടെ മാത്രമേ പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. എല്ലാ സൈഡിലേക്കും ലൈറ്റ് മൂവ് ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മുടെ സാമ്പിളിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്ക്. ഐദർ അത് ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യും. ഈ ലെഫ്റ്റും റൈറ്റും ഒക്കെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? അത് ആരാണോ അത് ഒബ്സേർവ് ചെയ്യണത്. ഇപ്പോൾ ഒരു കണ്ണ് അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഒബ്സർവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒബ്സർവർ ആണ് അത് ലെഫ്റ്റിക്കാണോ റൈറ്റിക്കാണോ ആ ഒബ്സർവറാണ് അത് ഡിഫൈൻ ചെയ്യേണ്ടത്. ആ ഒബ്സർവറിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മുടെ സാമ്പിൾ റൊട്ടേറ്റ് ചെയ്യിച്ചെങ്കിൽ അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും, ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യിച്ചെങ്കിൽ അത് ലീവോ റൊട്ടേറ്ററിയും. ഇങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിനെ മെഷർ ചെയ്യണത്. ദെൻ എന്താണ് എപ്പിമെറിസം എന്ന് നോക്കാം. എപ്പിമെറിസം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റീരിയോ ഐസോമേഴ്സ് തന്നെയാണ്. പക്ഷേ എന്താണ് ഡിഫറൻ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ കൈറാൽ കാർബണാറ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർബണാറ്റത്തിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഹൈഡ്രജനോ ഒക്കെ പൊസിഷനിൽ
വ്യത്യാസം അല്ലെങ്കിൽ പൊസിഷനിൽ അതിന് ചേഞ്ച് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി എല്ലാ കാർബൺ ആറ്റത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 2 കോമ്പൗണ്ടിൻ്റെയും സെയിം സൈഡിലായിരിക്കും. സ്ട്രക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ ഗാലക്ടോസും ഗ്ലൂക്കോസും ഡെക്സ്ട്രോ റൊട്ടേറ്ററാണ് 2 കോമ്പൗണ്ടും. അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. സ്കൈ ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഒഴികെ ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും ബാക്കി എല്ലാം സെയിം ആണ്. എല്ലാ കാർബൺ ആറ്റത്തിൻ്റെയും ഹൈഡ്രജൻ ആണെങ്കിലും ഹൈഡ്രോക്സിലാണെങ്കിലും ഗ്രൂപ്പ്സ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് സെയിം പൊസിഷനിലാണ്. പക്ഷേ 4th കാർബണിൽ നിങ്ങൾ നോക്കിയേ, ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 4th കാർബണിൽ മാത്രം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഗാലക്ടോസിൻ്റെ ലെഫ്റ്റ് സൈഡിലും എന്നാൽ ഗ്ലൂക്കോസിൻ്റെ റൈറ്റ് സൈഡിലുമാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുക, എപ്പിമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഗാലക്ടോസും മാനോസും ഗ്ലൂക്കോസിൻ്റെ എപ്പിമേഴ്സാണ്. എന്നാൽ ഗാലക്ടോസും മാനോസും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പിമേഴ്സ് അല്ല. നമ്മുടെ ഗാലക്ടോസും മാനോസും ആണ് ഗ്ലൂക്കോസിൻ്റെ എപ്പിമേഴ്സ്. ദെൻ ഗ്ലൂക്കോസും മാനോസും നോക്കൂ, അവിടെ 2nd പൊസിഷനിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ 2nd പൊസിഷനിൽ ഡെക്സ്ട്രോ ഗ്ലൂക്കോസിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റൈറ്റ് സൈഡിലും ഡെക്സ്ട്രോ മാനോസിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലുമാണ്. അപ്പോൾ അവ രണ്ടും എന്തായി, എപ്പിമേഴ്സാണ്. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ടേമാണ് അനോമേഴ്സ്. അനോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ എപ്പിമേഴ്സ് പറയണ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ടേമാണ് അനോമറിസം. അനോമറിസത്തിൽ എന്താ പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റ് കാർബൺ ആറ്റം ഇപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും നമ്മൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് അവയുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഹൈഡ്രജൻ ഗ്രൂപ്പും ഡിഫറൻസ് കാണിക്കുന്നെങ്കിൽ അത് അനോമേഴ്സ് ആണെന്ന് പറയാം. ഇത് സ്ട്രക്ചർ വെച്ച് പറഞ്ഞുതരാം. ആൽഫ ഡി ഗ്ലൂക്കോസ് നോക്ക്. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും രണ്ടും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഗ്ലൂക്കോസാണ്. പക്ഷേ അവയുടെ എന്തിലാണ് ഡിഫറൻസ്? അത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ ആൽഫ ഡി ഗ്ലൂക്കോസിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റൈറ്റ് സൈഡിലും ബീറ്റ ഡി ഗ്ലൂക്കോസിൽ അതിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലും. അത് ആ ഒരു ഇതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയപ്പോൾ അവ എന്ത് പറയും? അനോമേഴ്സ് എന്ന് പറയുന്നു. ഇനി അപ്പോൾ ഇത്രയും നമ്മൾ ഐസോമർസത്തിനെ കുറിച്ചിട്ട് പഠിച്ചു. ഇത്രയും ടേംസാണ് ഐസോമർസത്തിലുള്ളത്. ദെൻ കാർബോഹൈഡ്രേറ്റിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെനഡിക്ട് ടെസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസ് അറിയാം. നമ്മളൊരു സാമ്പിൾ എടുത്തു. ആ സാമ്പിളിൽ കാർബോഹൈഡ്രേറ്റ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബെനഡിക്ട് ടെസ്റ്റ് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. Principle of Benedict test is that when reducing sugars are heated in the presence of an alkali, they get converted to powerful reducing compounds known as enantiols. അപ്പോൾ ഒരു ആൽക്കലിയുടെ പ്രസൻസിൽ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്താവാണ്, ഹീറ്റ് ചെയ്യണം കേട്ടോ. കൺവേർട്ടഡ് ടു പവർഫുൾ റെഡ്യൂസിങ് കോമ്പൗണ്ടായ എനഡിയോൾസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യണം. ഇനി ബെനഡിക്ട് ടെസ്റ്റിലെ റിയേജൻറ്റിൽ എന്തുണ്ട്? കുപ്രിക് അയോൺസ് ഉണ്ട്. അപ്പോൾ ഈ റെഡ്യൂസിങ് കോമ്പൗണ്ട് ആയിട്ടുള്ള എനഡിയോൾസ് നമ്മുടെ റിയേജൻറ്റിലുള്ള കുപ്രിക് അയോൺസിനെ കുപ്രസ് അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ കുപ്രിക് അയോൺസിൻ്റെ കളറ് ബ്ലൂ കളറാണ്. എന്നാൽ കുപ്രസ് അയോൺസിൻ്റെ കളറ് എന്താണ്? റെഡിഷ് കളർ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ കളറിന് വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ സാമ്പിളിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് ആ ഒരു കളർ വേരിയേഷൻ വരും. ഇവിടെ നോക്ക്, ബ്ലൂ സൊല്യൂഷൻ കാണുന്നത് നമ്മൾ റിയേജൻറ്റ് മാത്രമേ ഉള്ളൂ, ബെനഡിക്ട് റിയേജൻറ്റ് മാത്രമേ ഉള്ളൂ. അത് കുപ്രിക് അയോൺസ് ആയതുകൊണ്ടാണ് അവിടെ ബ്ലൂ കളറിൽ. എന്നാൽ ട്രേസസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ എന്താ കാണിക്കുന്നത്? ഗ്രീൻ ഓർ യെല്ലോ, ഒരു സ്ലൈറ്റ് യെല്ലോ കളർ. ഇപ്പോൾ ഗ്രീൻ കളർ എന്താണ്? അവിടെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലാണ്. ഇതെവിടെയാണ് അപ്ലിക്കബിൾ ആവാമെന്നറിയോ? നമ്മുടെ യൂറിനിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാറുള്ള കോമൺ ആയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ബെനഡിക്ട്. അപ്പോൾ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടും. ദെൻ ഓറഞ്ച് റെഡ് പ്രിസിപ്പിറ്റേറ്റ് തേർഡ് വണ്ണാണെങ്കിൽ കുറച്ചും കൂടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്ലൂക്കോസ് ഇല്ല, എന്നാൽ ഒരു മോഡറേറ്റ് അളവിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പ്രസൻ്റ് ആണ്, റെഡ്യൂസിങ് ഷുഗർ. ദെൻ ലാസ്റ്റ് വൺ ബ്രിക്ക് റെഡ് ആണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് റെഡ്യൂസിങ് ഷുഗർ പ്രസൻ്റ് ആണ്. ഇനി എന്താണ് ഈ റെഡ്യൂസിങ് ഷുഗർ? റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കാർബോഹൈഡ്രേറ്റിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്. കാർബോഹൈഡ്രേറ്റിലെ ഏതൊക്കെ കാർബോഹൈഡ്രേറ്റിനാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ മോണോസാക്രൈഡ്സിലെ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും ഫ്രീ ആയിട്ടാണ്. അവർ വേറെ ആയിട്ടൊന്നും കോമ്പൗണ്ട് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും അത് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഡൈസാക്രൈഡും ട്രൈസാക്രൈഡും പോളിസാക്രൈഡും ഒക്കെ ആകുമ്പോൾ അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടാണ് രണ്ട് കാർബോഹൈഡ്രേറ്റ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവ ഫ്രീ ആയിരിക്കണം എന്നില്ല. പ്രൊഡ്യൂസിങ് ഷുഗേഴ്സിൻ്റെ ടെസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസ് നോക്കാനുള്ള ടെസ്റ്റുമായിട്ട് എന്ത് യൂസ് ചെയ്യാം? ബെനഡിക്ട് ടെസ്റ്റ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് റിയാക്ഷനാണ് ഓസസോൺ ഫോർമേഷൻ. എല്ലാ റിഡ്യൂസിങ് ഷുഗേഴ്സും എന്ത് ഫോം ചെയ്യും? ഓസസോൺ ഫോം ചെയ്യും. എന്തിൻ്റെ പ്രസൻസിൽ? ഓസസോണിലെ ഫീനൈൽ ഹൈഡ്രസീനാണ് റിയാജൻ്റായിട്ട് യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ ആ ഒരു സാമ്പിളിലേക്ക് എക്സസ് എമൗണ്ടിൽ ഒരുപാട് ഇപ്പം നമ്മൾ എത്രയാണ് എടുക്കണത്, ഇപ്പം കുറച്ച് സാമ്പിളാണെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നമ്മൾ ഫീനൈൽ ഹൈഡ്രസീൻ എടുത്ത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓസസോൺ ഫോം. അതിന് നമ്മൾ ഇളക്കി നോക്കുക അങ്ങനെയൊന്നും പാടില്ല. അത് സ്റ്റഡി ആയിട്ടിരുന്നിട്ട് അവിടെ ബോയിൽ ചെയ്താൽ മാത്രമേ ഓസസോൺസ് ക്രിസ്റ്റൽ നമുക്ക് ഫോം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ എറർ വരും. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് മാനോസിന് നീഡിൽ ഷേപ്പിലുള്ള ക്രിസ്റ്റൽസാണ് ഉണ്ടാവുക. മാൾട്ടോസിന് സൺഫ്ലവർ ഷേപ്പിലുള്ളത് ഉണ്ടാവും. ലാക്ടോസിന് ഒരു പഫി ഷേപ്പുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഫസ്റ്റിൽ കണ്ടോ നീഡിൽ ഷേപ്പിലുള്ളത് ഗ്ലൂക്കോസോണാണ്. അതിൽ ഗ്ലൂക്കോസ് ഓസസോൺ ആകുമ്പോൾ അതിന് ഗ്ലൂക്കോസോൺ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഗാലക്ടോസസോൺ, അതും നീഡിൽ ഷേപ്പാണ്. ദെൻ മാൾട്ടോസസോൺ സൺഫ്ലവർ ഷേപ്പിലാണ്, ഒരു ഫ്ലവർ ഷേപ്പ് അല്ലേ. ദെൻ പഫി ഷേപ്പിലുള്ളതാണ് ലാക്ടോസ് നമുക്ക് പഫി ഷേപ്പിൽ കാണപ്പെടും. അപ്പോൾ ഇതാണ് ഓസസോൺ ടെസ്റ്റ്. ദെൻ അടുത്ത റിയാക്ഷനാണ് മോളിഷ് ടെസ്റ്റ്. എല്ലാ കാർബോഹൈഡ്രേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷന് വിധേയമാകുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പിളിൻ്റെ അടുത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? അതിലുള്ള വാട്ടർ മോളിക്യൂൾസൊക്കെ ഡീഹൈഡ്രേറ്റ് ആയി എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫർഫ്യൂറാൽ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ ഫർഫ്യൂറാൽ നമ്മുടെ മൊളിഷ് റിയേജൻറ്റിലുള്ള ആൽഫ-നാഫ്തോളുമായിട്ട് റിയേറ്റ് ചെയ്തിട്ട് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൊളിഷ് ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 5 കാർബൺ ആറ്റംസ് ഉള്ള ഷുഗേഴ്സ് വെച്ചിട്ടാണ്. ട്രയോസും ടെട്രോസും ഒന്നും നമുക്കിതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ ഫർഫ്യൂറാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 5 കാർബൺ കാർബോഹൈഡ്രേറ്റ് മാത്രമേ മൊളിഷ് ടെസ്റ്റ് ആൻസർ ചെയ്യുള്ളൂ. ഇപ്പോൾ മൊളിഷ് ടെസ്റ്റിന് കണ്ടാൽ അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡിസ്റ്റർബ് ചെയ്ത് ആ ഒരു റിങ് പോകും. ഇവിടെ പർപ്പിൾ കളർ, ആ ജംഗ്ഷൻ ഓഫ് 2 സൊല്യൂഷനിൽ നമുക്ക് പർപ്പിൾ കളർ ഫോം ചെയ്യുന്നതാണ് ആ ആൽഫ-നാഫ്തോളുമായിട്ട് ഫർഫ്യൂറിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു കോമ്പൗണ്ടാണ് നമുക്ക് ആ റിങ് പോലെ കിട്ടുന്നത്. എന്താണ് ഫെല്ലിംഗ് ടെസ്റ്റ്? ബെനഡിക്ട് ടെസ്റ്റിൻ്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഫെല്ലിംഗ് ടെസ്റ്റിലും. പക്ഷേ ഫെല്ലിങ്സിൽ നമ്മൾ 2 റിയേജൻസ് ആണ്, ഫെല്ലിങ്സ് എയും ഫെല്ലിങ്സ് ബിയും. ഫെല്ലിങ്സ് എയിൽ കോപ്പർ സൾഫേറ്റ് 7% അടങ്ങിയിട്ടുണ്ട്. ഫെല്ലിങ്സ് ബിയിലുള്ളത് സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ് ആണ്. ഇനി മോണോസാക്രൈഡിൻ്റെ ഒരു ജനറൽ ടെസ്റ്റായിട്ടാണ് ഫെല്ലിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എല്ലാ ആൾഡോസ് മോണോസാക്രൈഡ്സും പോസിറ്റീവ് റിസൾട്ട് കാണിക്കും, എന്നാൽ കീറ്റോസും കാണിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെല്ലിങ്സിലുള്ള റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ ഈ കീറ്റോണ് ആൾഡോസായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കീറ്റോൺസും ആൽഡിഹൈഡും രണ്ടും എന്ത് കാണിക്കുന്നു? പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു മിക്സർ അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട് മോണോസാക്രൈഡ് ആണോ അതല്ല ഡൈസാക്രൈഡ് ആണോ പോളിസാക്രൈഡ് ആണോ എന്നൊക്കെ ഉള്ളതിനൊന്നും കൺഫർമേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കില്ല. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഫെല്ലിൻ ടെസ്റ്റ് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോണോസാക്രൈഡ് ആണെന്ന് പറയാം. ഇതിൽ ബ്ലൂ കളറിൽ കാണിക്കുന്നത് ഫെല്ലിംഗ് ടെസ്റ്റിൽ നെഗറ്റീവ് ആയതാണ്. റെഡ് കളറിൽ കാണിക്കുന്നതാണ് ഫെല്ലിംഗ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ബാർഫോർഡ്സ് ടെസ്റ്റാണ്. ഇതും ബെനഡിക്ട് ടെസ്റ്റിൻ്റെ പോലെ സെയിം പ്രിൻസിപ്പിളാണ്. ഇതിൽ നമ്മളവിടെ ബെനഡിക്ട് ടെസ്റ്റിൽ ആൽക്കലൈനാണ് മീഡിയം യൂസ് ചെയ്തെങ്കിൽ ബാർഫോർഡ് ടെസ്റ്റിൽ അസിഡിക് മീഡിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
മോണോസാക്രൈഡ്സിലെ അസിഡിക് മീഡിയം മോണോസാക്രൈഡിനെ ഡൈസാക്രൈഡിനേക്കാൾ ഫാസ്റ്ററായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ അസിഡിക് മീഡിയം കൊടുക്കുന്നത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡാണ്. ഇപ്പോൾ ബാർഫോർഡ് ടെസ്റ്റിലെ റിസൾട്ട് നോക്കാം. മോണോസാക്രൈഡ് ആയിട്ടുള്ള സൈലോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. സൈലോസ് നമുക്കറിയാം ഒരു പെൻറ്റോസ് ഷുഗറാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഹെക്സോസ് ഷുഗറാണ്. ലാക്ടോസും സൂക്രോസും ഡൈസാക്രൈഡാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ ഒരു റെഡിഷ് പ്രിസിപ്പിറ്റേറ്റ്, അതാണ് ബാർഫോർഡ് ടെസ്റ്റ് ആൻസർ ചെയ്യണത്. ആ ഒരു റെഡിഷ് പ്രിസിപ്പിറ്റേറ്റ് വന്നാൽ മാത്രമേ ബാർഫോർഡ് ടെസ്റ്റ് ആൻസർ ചെയ്യുക, അത് പോസിറ്റീവാണെന്ന് പറയുള്ളൂ. ഡൈസാക്രൈഡ് നോക്കുക, അവയ്ക്ക് അത് വന്നിട്ടില്ല. അടുത്ത ടെസ്റ്റാണ് സെല്ലിവാനോസ് ടെസ്റ്റ്. സെല്ലിവാനോസ് ടെസ്റ്റ് ആൽഡിഹൈഡ് ആണോ കീറ്റാൺ ആണോ എന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള, ഇപ്പോൾ നമുക്ക് മോണോസാക്രൈഡ് ആണെന്ന് കിട്ടി. ഇപ്പോൾ ഈ 2 ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മോണോസാക്രൈഡ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ആ മോണോസാക്രൈഡ് ആൽഡിഹൈഡ് ഷുഗർ ആണോ കീറ്റോസ് ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ നമുക്കതിനും സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് സെല്ലിവാനോസ് ടെസ്റ്റ്. ഇവിടെ ആൻസർ ചെയ്യുക കീറ്റോ ഷുഗറാണ്. ഇവിടെ ആൻസർ ചെയ്യുക കീറ്റോ ഷുഗർ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? 5-ഹൈഡ്രോക്സി മീഥൈൽ ഫർഫ്യൂറാൽ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കോമ്പൗണ്ട് സെല്ലിവാനോസ് ടെസ്റ്റിൽ റിയേജൻ്റായ റെസോർസിനോളുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെറിയ റെഡ് കോംപ്ലക്സ് കാണാൻ നല്ല രസമുള്ള ഒരു ടെസ്റ്റാണിത് സെല്ലിവാനോസ് ടെസ്റ്റ്. നമുക്ക് റെഡ് വൈനിൻ്റെ ഒക്കെ ഒരു കളർ ഏകദേശം കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ റെഡ് കളർ ഓഫ് കീറ്റോ ഷുഗറിൽ. കീറ്റോസാണ് ഇതിൽ ടെസ്റ്റ് പോസിറ്റീവ് തരിക. ഇനി അടുത്ത ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് പൊതുവെ ആൻസർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡ് ആണ് അല്ലേ. അപ്പോൾ അയഡിൻ ടെസ്റ്റിലെ മെയിൻ ആയിട്ടുള്ള റിയേജൻറ്റ് പൊട്ടാസ്യം അയഡൈഡാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം അയഡൈഡ് സ്റ്റാർച്ചിലെ കോമ്പൗണ്ടുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അയഡിൻ സ്റ്റാർച്ചിലെ അമിലോസ്, നമ്മൾ ഇന്നലെ സ്റ്റാർച്ചിൻ്റെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ അമിലോസിനെ പഠിച്ചു. അപ്പോൾ ഈ അമിലോസുമായിട്ട് എന്ത് ചെയ്യും? അയഡിൻ ബോണ്ട് ഫോം ചെയ്തിട്ട് ആ ഒരു പർപ്പിൾ കളറ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, അയഡിൻ സൊല്യൂഷൻ്റെ കളർ എന്താണ്? ഒരു അയഡിൻ സൊല്യൂഷൻ്റെ ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ കളറാണ്. ഈ സ്റ്റാർച്ചിൻ്റെ കളർ അറിയാം, കഞ്ഞിവെള്ളത്തിൻ്റെ കളർ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്, അതിൽ അമിലോസുമായിട്ട് അയോഡിൻ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയ സൊല്യൂഷൻ്റെ കളറ് ഡാർക്ക് പർപ്പിൾ കളറാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർച്ചിൻ്റെ അയോഡിൻ ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. ഇനി അമിലോസ് ഒരു ലീനിയർ കോമ്പൗണ്ട് ആയ കാരണമാണ് ഇവിടെ ഡീപ്പ് ബ്ലൂ കളർ വന്നിട്ടുള്ളത്. ദെൻ അമിലോ പെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചഡ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് അതിനൊരു പർപ്പിൾ കളറാണ് ഉണ്ടാവുക. ഇനി ഗ്ലൈക്കോജൻ ആണെന്നുണ്ടെങ്കിൽ റെഡിഷ് ബ്രൗൺ. അപ്പോൾ എത്രമാത്രം നമ്മുടെ അയഡിനെ ആ ഒരു കോമ്പൗണ്ടുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസുമായിട്ട് ബോണ്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ആ ഒരു കളർ വേരിയേഷൻ ഫോം ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും സ്റ്റീരിയോ ഐസോമേഴ്സ്. അപ്പോൾ ഐസോമേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റും പഠിച്ചു.